നമസ്കാരം. വെൽക്കം ടു ടാരോ ആൻഡ് സ്പിരിച്വാലിറ്റി പഠിക്കുക. ഇന്ന് നമുക്ക് എന്താണ് വ്യൂവേഴ്സിന്റെ എനർജി എന്നും അവരെന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. എന്താണ് അവരുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ, അവർക്ക് അതിന് എന്താണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്, അല്ലെങ്കിൽ ഈശ്വരൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് ഇന്നത്തെ റീഡിങ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് എന്താണ് വ്യൂവേഴ്സിന്റെ എനർജി, അതെന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വ്യൂവേഴ്സിന്റെ എനർജി വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. അപ്പോൾ ഈ സ്റ്റാർ കാർഡ് കംപ്ലീറ്റ്ലി എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, ഇതിന്റെ ഇമേജ് കംപ്ലീറ്റ്ലി കാണിക്കാൻ പറ്റില്ല. സോ സ്റ്റാർ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി. ഞാനിത് ഈ രീതിയിൽ ഇത് ഇവിടെ വെക്കുകയാണ്. ജസ്റ്റ് ഇത് മറിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഈ പിക്ചർ കുറച്ച് മറിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. സ്റ്റാർ കാർഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഹീലിംഗ്, എന്തെങ്കിലും ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി ഒക്കെ ഒരു ഹീലിംഗ് ലെവലിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾ പുതിയ ഒരു ഹോപ്പോടുകൂടി, ഒരു പ്രതീക്ഷയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് സ്റ്റാർ കാർഡിന്റെ ഒരു എനർജി ആണ് ഇപ്പൊ കാണുന്നത്. അതായത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇപ്പൊ നിങ്ങൾ കടന്നുപോയി. അത് ജീവിതത്തിന്റെ ഏത് സിറ്റുവേഷനും ആവാം. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫോ കരിയർ ലൈഫോ, മേ ബി കൂടുതലും പേഴ്സണൽ ലൈഫ് ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മേ ബി ഒരു ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം, ഇമോഷണൽ റിലേറ്റഡ് ആവാം. അപ്പോൾ അതെല്ലാം ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്താണ് കൂടുതൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് നൽകുന്ന അഡ്വൈസ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്കിതിലൂടെ നോക്കാം. Wheel of Fortune, the Tower, Knight of Pentacles. Wheel of Fortune, അതായത് ഇവിടെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ആളുകൾ റിലേഷൻഷിപ്പ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണ് ഈ റീഡിംഗ് കാണുന്നത്. ഇതിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ടവർ വന്നിട്ടുണ്ട് ഇവിടെ. അതായത് ഏതെങ്കിലും ലവ് റിലേറ്റഡ് റിലേഷൻഷിപ്പോ, ഫാമിലി, അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പോ എന്തുമാവാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ളത്. മെജോറിറ്റി ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ്, അതായത് ഒരു പാർട്ട്നേഴ്സ് ഇൻ ദ സെൻസ് ലവ് റിലേറ്റഡ്, അല്ലെങ്കിൽ റൊമാൻറ്റിക് പാർട്ട്ണർ റിലേറ്റഡ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫോ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ഒരു തകർച്ചയാണ് ഇവിടെ കാണുന്നത്. ഈ തകർച്ച വന്നിട്ട് നിങ്ങൾ അതിനകത്തുള്ള ഹീലിംഗ് ആണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. ഇതില് ഒരു ഹീലിംഗ് ആണ് നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ നിന്ന് മാറാനായിട്ടുള്ള ഹീലിംഗ് എനർജിയിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പൊ ഇവിടെ ഈശ്വരൻ പറയുന്ന, യൂണിവേഴ്സ് പറയുന്നത്,
ഈ ഇപ്പം തകർന്ന ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ലൈഫിലേക്ക് സിറ്റുവേഷൻ മാറി വരും. ഈ സിറ്റുവേഷൻ മാറി വരും. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി പോയിട്ടുണ്ട് എങ്കിൽ അത് മേ ബി സ്ലോലി ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞത് കൊണ്ട്, ഇത്രയും വലിയ ഒരു അതായത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ആ ഒരു എൻട്രി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സണോ അല്ലെങ്കിൽ ഒരു ന്യൂ പേഴ്സണോ വരുന്നത് കുറച്ച് സ്ലോലി ആയിരിക്കും. ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇവിടെ കാണുന്നത്. ബട്ട് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഹീലിംഗിന്റെ പ്രോസസ്സ് എത്രയും പെട്ടെന്ന് ഇൻക്രീസ് ആയാലാണ്, അതായത് ഹീലിംഗിൽ കൂടുതൽ എത്ര പെട്ടെന്ന് നിങ്ങൾ ഹീൽ ആകുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരിക. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഈ സംഭവിച്ചിരിക്കുന്നത് എല്ലാം നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. നിങ്ങളിലൊരു ചേഞ്ച് വരേണ്ടത് ആവശ്യമുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഹീലിംഗിലേക്ക് തന്നെ കൂടുതൽ പ്രോഗ്രസ് ചെയ്യുക, നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതൊരു കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ ആ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് അവിടെ ഒരു ബ്രേക്കപ്പ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസൈറ്റ്സ് നിങ്ങൾ നല്ലൊരു ലെസൺ ആയിട്ട് എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു സ്റ്റാർ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സ്റ്റാർ കാർഡ് പറയുന്നത് ജീവിതത്തിൽ പ്രതീക്ഷിക്കാം, നിങ്ങൾക്ക് പ്രതീക്ഷകൾ നിങ്ങൾ കൈവിടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ ആവശ്യമുണ്ട്. സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ്, എല്ലാ തരത്തിലുള്ള സുഖങ്ങളും സന്തോഷങ്ങളും വരാൻ ഇനിയും ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചിരിക്കരുത്. സെൽഫ് ഹീലിംഗ്, സെൽഫ് ലവ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവിലേക്ക് മാറുക, സെൽഫ് ഹീലിംഗിലേക്ക് മാറുക. നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു സ്ലോ ആയിട്ടാണെങ്കിലും ഒരു പുതിയ തുടക്കം ഉണ്ടാകും. സോ ഇതിലേക്ക് ഉള്ള ഫോക്കസ് മാറ്റി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ മുന്നിലേക്ക് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് മെജോറിറ്റി ഇവിടെ വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണ്. റിലേഷൻഷിപ്പിൽ വന്ന തകർച്ചയിൽ ഉള്ള ഹീലിംഗ് ആണ് ഇപ്പോൾ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് നിങ്ങൾ സെൽഫ് ഹീലിംഗിലേക്ക് ഫോക്കസ് ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ഈ ടൈമിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സെൽഫ് ഹീലിംഗ് ആണ് നിങ്ങൾക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ വേണ്ടത്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ ഹീലിംഗ് നടക്കുന്നത് അത് ആ രീതിയിലായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ചാപ്റ്റർ ആയിട്ട് അത് വരിക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാബയുടെ ഒരു കാർഡിൻ്റെ അകത്ത് കൂടി നമുക്ക് അഡ്വൈസ് നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ബാബയുടെ അഡ്വൈസ് എന്ന് ഇതിൽ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് റിപ്പീറ്റേഷൻ ഇൻ ലൈഫ്, ലെസൺസ് ഇൻ ദിസ് ലൈഫ് ആൻഡ് ഇൻ സബ്സിക്വന്റ് ലൈഫ്സ് ആർ റിപ്പീറ്റഡ് അൺലെസ് യു ലേൺ ഫ്രം ദം. അതായത് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ കാർഡ് ഇവിടെ വെക്കാം, ഇവിടെ ഇങ്ങനെ വെക്കാം. ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. കാർമിക് റിലേഷൻഷിപ്പ്, ഈ ടവർ കാർഡ് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരുന്നു. നിങ്ങളുടേത് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിരിക്കുന്ന വ്യക്തി ആയിട്ടുള്ള ബന്ധം പാസ്റ്റ് ലൈഫിലും ഉണ്ടായിരുന്നതാണ്.
അത് ആ സമയത്ത് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന കർമ്മ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈഫിലും നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങൾ റിപ്പീറ്റേഷൻ ഇൻ ലൈഫ് എന്നാണ്. അതായത് നിങ്ങൾ ഈ ലൈഫിൽ നിന്ന് ലെസൺസ് ഉൾക്കൊണ്ടില്ല എങ്കിൽ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ഇനിയും ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. നമ്മുടെ കർമ്മ മാറി മാറി വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ലെസൺസ് നമ്മൾ ഉൾക്കൊണ്ടില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ കർമ്മയെ ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. പുതിയ ഒരു ലൈഫ് അല്ലെങ്കിൽ പുതിയ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഒരു വ്യക്തി കടന്നു വരണം എങ്കിൽ പോലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹീലിംഗ് ആണ്. ആ ലെസൺസ് ഉൾക്കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ തിരിച്ചടികൾ മനസ്സിലാക്കി എവിടൊക്കെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നത്, എന്ത് തരത്തിലുള്ള ഇമോഷണൽ ഇംബാലൻസ് ആയിരുന്നു നമ്മളിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അവനവനിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഈ തെറ്റുകൾ ആവർത്തിക്കാണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഈ ലൈഫ് സംഭവിച്ചത് തന്നെ ഇനി നമ്മൾ ഒരു ലൈഫ് എടുത്താലും ഈ വ്യക്തികൾ തന്നെ പിന്നെയും പിന്നെയും കണ്ടുമുട്ടുകയും നമ്മുടെ ജീവിതത്തിൽ ഈ സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് ബാബ പറയുന്നത്, ലെസൺസ് ഇൻ ദിസ് ലൈഫ് ആൻഡ് സബ്സിക്വന്റ് ലൈഫ്സ് ആർ റിപ്പീറ്റഡ് അൺലെസ് യു ലേൺ ഫ്രം ദം. നമ്മൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചില്ല എങ്കിൽ ഈ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇവരെ ഹേർട്ട് ചെയ്യുകയല്ല വേണ്ടത്, നമ്മൾ ഇവരെ വെറുക്കുകയല്ല വേണ്ടത്. നമ്മൾ ഇവരെ ഫോർഗീവ് ചെയ്ത് സെൽഫ് ലവിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളിലേക്ക് മാറ്റം കൊണ്ടുവരുന്നു. ഫസ്റ്റ് നമ്മളെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മാത്രമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലും മാറ്റങ്ങൾ വരുള്ളൂ. അപ്പൊ നമ്മൾ ലെസൺസ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ബാബ പറയുന്നതും. നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഓർത്ത് വറീഡ് ആയിരിക്കാതെ, കാരണം ഒരു കർമ്മയും ഒരിക്കലും പണിഷ്മെന്റ് അല്ല. ആ കർമ്മ എന്ന് പറയുന്നത് പണിഷ്മെന്റ് അല്ല, ലെസൺ ആണ്. അപ്പൊ നമ്മളത് ഒരു എക്സാം നമ്മൾ എഴുതി നമ്മൾ ഫെയിലായി എങ്കിൽ പിന്നെയും നമ്മൾ ആ എക്സാം റീഅപ്പിയർ ചെയ്യുന്നത്, പഠിക്കാതെയാണ് റീഅപ്പിയർ ചെയ്യുന്നത്, നമ്മൾ പിന്നെയും അവിടെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അഗെയിൻ ആ എക്സാമിന് വേണ്ടി നേരത്തേക്കാൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എവിടെയാണ് നമ്മൾ തോറ്റുപോയത്, എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയത് എന്ന് മനസ്സിലാക്കി പിന്നെയും നമ്മൾ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അഗെയിൻ എക്സാമിൽ പാസ്സാവുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആ എക്സാം അല്ലെങ്കിൽ ആ ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ആ എക്സാം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ നമ്മളത് ഗിവ് അപ്പ് ചെയ്ത് നമുക്കത് വലിയ ഒരു നഷ്ടം നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടു നടക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മളതിനെ നമ്മുടെ എവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റിയത് നമ്മളെ കറക്റ്റ് ചെയ്യുക. നമ്മൾ മറ്റു വ്യക്തിയെ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കറക്റ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കണ്ട. കാരണം ഇത് കർമ്മയാണ്. സോ ആ കർമ്മ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് നമ്മളിൽ വർക്കൗട്ട് ചെയ്തിട്ടാണ്. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് സമയം കണ്ടെത്തുക, നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് ഫോക്കസ് ചെയ്യുക, സെൽഫ് ഹീലിംഗിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മൾ എത്ര പെട്ടെന്ന് സെൽഫ് ഹീലിംഗ് നേടുന്നു അത്രയും പെട്ടെന്ന് നമ്മുടെ ലൈഫിലെ ഇഷ്യൂസ് മാറിക്കിട്ടും. അപ്പോൾ ബാബ പറയുന്ന അഡ്വൈസും കൂടി സ്വീകരിച്ച് ഇതൊരു ലെസൺ ആയിട്ട് എടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.